അത് ശരി. ഇപ്പോ പ്രതിവാദിയായോ? അവര് പറയുന്നത് പണം നിങ്ങൾ അടിച്ചു മാറ്റിയതാണെന്നാണല്ലോ. നിങ്ങൾ പറയുന്നു പണം മോഷണം പോയതാണെന്ന്. സത്യമാണ് സാർ ഞങ്ങൾ പറയുന്നത്. HM പറയുന്നത് ബാങ്കിൽ നിന്ന് എടുത്ത പണം നിങ്ങൾ രണ്ടുപേരും കൂടി ഒതുക്കി മാറ്റിയ ശേഷം മോഷണം പോയെന്ന് വെറുതെ പറയുന്നതാണെന്നാ. എന്റെ പൊന്ന് സാറേ, എനിക്കിതിലൊരു മനസ്സറിവുമില്ല. ഞാൻ ആ പണത്തിലൊന്ന് തൊട്ടിട്ട് കൂടിയില്ല. എല്ലാ മോഷ്ടാക്കളും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെയാ പറയാറ്. 4 എണ്ണം കിട്ടിക്കഴിയുമ്പോ മെല്ലെ മെല്ലെ സത്യം പുറത്തോട്ട് വരും. നിങ്ങൾക്ക് സത്യം പറയാൻ ഭാവമില്ലെങ്കിൽ എനിക്ക് ആ വഴി നോക്കേണ്ടി വരും. പറ, ആ പണം അവിടെ പോയി? സാറേ, ഞങ്ങൾ സത്യ പറയുന്നത്. അത് ഞാനെങ്ങനെ വിശ്വസിക്കും? ഒരു സാമാന്യ ബുദ്ധി വെച്ച് ആലോചിച്ചാലും ആർക്കും മനസ്സിലാവില്ലേ സാർ? ഗോപി പറഞ്ഞത് ശരിയാ. ഗോപി ആ പണത്തിൽ തൊട്ടിട്ടുകൂടിയില്ല. ബാങ്കിൽ നിന്നെടുത്ത പണം ഞാൻ തന്നെയാണ് ഒരു പഴയ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് ബാഗിൽ വെച്ചത്. ബാഗ് എന്റെ കയ്യിൽ തന്നെയായിരുന്നു അവിടെ വരെ. സ്കൂളിലെത്തിയപ്പോ പണം കാണാനില്ല. എവിടെ പോയി? എനിക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യം തന്നെയാ അത്. ഇതൊന്നും പണം നിങ്ങൾ എടുത്തിട്ടില്ല എന്നുള്ളതിന് തെളിവാകുന്നില്ലല്ലോ. പണം കയ്യിലുണ്ടായിരുന്നു എന്ന് തന്നെയല്ലേ പറയുന്നേ? അത് തന്നെയാ ഞാനും പറയുന്നേ. പണം എന്റെ കയ്യിലായിരുന്നു. അത് നഷ്ടപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം എനിക്ക് തന്നെയാ. ഇത് നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ സ്കൂൾ അധികൃതര് എനിക്കെതിരെ കേസ് കൊടുക്കുമെന്നും അതുവഴി ചിലപ്പോ എന്റെ ജോലി തന്നെ നഷ്ടപ്പെട്ടേക്കാന്നും എനിക്കറിയാം. ജയിലിലും കിടക്കേണ്ടി വരും. 4 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ജോലി കളയാനും ജയിലിൽ കിടക്കാനും ഞാൻ തയ്യാറാവോ സർ? പക്ഷെ സ്കൂളുകാർക്ക് പണം നഷ്ടപ്പെട്ടല്ലോ, അതിനാര് സമാധാനം പറയും? പണം നഷ്ടപ്പെട്ടത് എന്റെ കയ്യിൽ നിന്നായതുകൊണ്ട് അത് തിരിച്ചു കൊടുക്കേണ്ട ബാധ്യതയും എനിക്ക് തന്നെ. ഞാനത് കൊടുക്കുകയും ചെയ്യും. പക്ഷേ അത്രയും പണം ഉണ്ടാക്കാനുള്ളൊരു സാവകാശം എനിക്ക് വേണം. 1-2 ദിവസം. അതിനുള്ളിൽ ഞാൻ വീട്ടുകാരായിട്ട് സംസാരിച്ച് ആ പണം എങ്ങനെയെങ്കിലും ഉണ്ടാക്കി സ്കൂളിൽ ഏൽപ്പിച്ചോളാം. പണം മോഷ്ടിച്ചിട്ട് പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോ അത് തിരിച്ചു കൊടുക്കുന്നതുമായിക്കൂടെ? കൊന്നാൽ പാപം തിന്നാൽ തീരില്ല സഹോദരി. അതിന് കൊന്നൊന്നും ഉറപ്പില്ലല്ലോ സർ. എന്റെ കയ്യിൽ നിന്ന് ആ പണം നഷ്ടപ്പെട്ടതോ മോഷ്ടിക്കപ്പെട്ടതോ ആകാനും സാധ്യതയില്ലേ സർ? അതിനൊരു സാധ്യത ഞാൻ കാണുന്നില്ല. ബാഗിന് ഡാമേജ് ഒന്നും വന്നിട്ടില്ല. അതിനർത്ഥം നിങ്ങൾ അറിയാതെ അത് പോകാൻ സാധ്യതയില്ല എന്നല്ലേ? ഓട്ടോയിലാണ് നിങ്ങൾ യാത്ര ചെയ്തത്. യാത്രയിലുടനീളം ബാഗ് നിങ്ങളുടെ കയ്യിൽ തന്നെ ആയിരുന്നു താനും. പിന്നെ എങ്ങനെ നഷ്ടപ്പെടും? ആ, ഒരു തവണ ടീച്ചർ ബാഗ് താഴെ വെച്ചു ഓട്ടോയില്. മറ്റേ ഓട്ടോക്കാരോട് വഴക്കുണ്ടാക്കിയപ്പോ ഓർക്കുന്നില്ലേ? അതെന്താ സംഗതി? കേക്കട്ടെ. സാധാരണ ഈ നേരത്ത് സ്കൂളിൽ പോകാൻ വെപ്രാളം കൂട്ടുന്ന നീ ഈ കാപ്പിക്ക് മുന്നിൽ ചടഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കാരണമാണ് ഞാൻ ചോദിച്ചത്. ഞാൻ കുറച്ചു കഴിഞ്ഞേ പോകുന്നുള്ളൂ. അതെന്താ? കേസിന്റെ കാര്യം അറിയാൻ സ്റ്റേഷനിൽ പോണം. എന്നിട്ടേ സ്കൂളിൽ പോണുള്ളൂ. പണമോ പോയി. ഇനി അത് തിരിച്ചു കിട്ടാനൊന്നും പോകുന്നില്ല. അതിന്റെ പുറകെ കേസും കൊണ്ട് നടന്ന് വെറുതെ ഉള്ള ജോലി കൂടി കളയണ്ട. 4 ലക്ഷം രൂപ അങ്ങനെ വെറുതെ കളയാൻ പറ്റുന്ന തുകയാണോ അമ്മേ? അത് നീ കൊണ്ടുപോയി കളഞ്ഞപ്പോ ആലോചിക്കണായിരുന്നു. അമ്മയുടെ വർത്താനം കേട്ടാ തോന്നും ഞാനത് മനഃപൂർവ്വം എടുത്തോണ്ട് പോയി കളഞ്ഞതാണെന്ന്. മനഃപൂർവ്വം അല്ലായിരിക്കാം. എന്നാലും നിന്റെ ശ്രദ്ധക്കുറവുണ്ടായിട്ടുണ്ടല്ലോ. ഇത്രയും വലിയൊരു തുകയാ കയ്യിലിരിക്കുന്നെന്ന് ഓർക്കണ്ടേ? ഹാ, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പോയത് പോയി. എന്തായാലും ഞാനത് വിട്ടുകളയാനൊന്നും പോകുന്നില്ല. ആരാ അതിന്റെ പിന്നിലെന്ന് എനിക്കറിയണം. എന്നിട്ട് വേണം നിനക്ക് അതിന്റെ പേരിൽ അടുത്ത ഗുലുമാൽ ഒപ്പിക്കാൻ. നീ എഴുന്നിട്ട് സ്കൂളിൽ പോകാൻ നോക്കുവേണേ. അമ്മേ, ആ ശ്രീറാം സാറിന്റെ പണം കൊടുക്കണ്ടേ അമ്മേ? കൊടുക്കണം. പക്ഷെ അതിന് പണം എവിടെ? നിന്റെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ കൊടുത്തേക്ക്. എന്റെ കയ്യിൽ എവിടുന്ന അമ്മേ? അമ്മ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? പണമില്ലെങ്കിൽ പിന്നെ മിണ്ടാതിരിക്കേ. ആ പണം കൊടുക്കാൻ എന്താ വഴിയെന്നല്ലേ ആലോചിക്കുന്നേ? അച്ഛനെവിടെ? ദേ, നീ ഇനി ഇതും പറഞ്ഞോണ്ടി എന്ന് അച്ഛന്റെ മനസ്സമാധാനം കളയണ്ട. ഇപ്പൊ തന്നെ ജോലി പോയതിന്റെ വിഷമത്തിൽ നടക്കുക. അതിനിടയില് നീ ഇതും കൂടി പറഞ്ഞ പിന്നെ ആദ്യം പിടിക്കാൻ വേറൊന്നും വേണ്ട എന്ന് കരുതി ആ 4 ലക്ഷം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അമ്മയ്ക്ക് എന്താ ഒരു ചൂടില്ലാത്തെ? ഞാൻ ചൂടായിട്ട് എന്താ കാര്യം? അടുക്കളയിലെ നോട്ട് കെട്ട് ഞാൻ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുക. നീ വേണമെങ്കിൽ അതിൽ നിന്ന് വേണ്ടത്ര എടുത്തോണ്ടുപോയി കൊടുക്ക്. എനിക്ക് ഒരു വിരോധവും ഇല്ല. അമ്മയുടെ കയ്യിലുണ്ടെന്നല്ല, ആ പണം കൊടുക്കാൻ ഒരു വഴി കണ്ടെത്തണമല്ലോ എന്ന് പറഞ്ഞതാ. അത് കൊടുക്കാല്ലേ
ഇടിപിടിന്ന് പണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ അത് നടക്കൂ? ചെറിയ തുകയൊന്നും അല്ലല്ലോ. വലിയ തുകയായതുകൊണ്ടാ വിഷമം. നീ തിരക്ക് കൂട്ടാതെ സാവധാനം തിരിച്ചു കൊടുത്താ മതിയെന്ന് ശ്രീസാറ് തന്നെ പറഞ്ഞല്ലേ. പിന്നെ നീ എന്തിനാ വെപ്രാളപ്പെടുന്നത്? എന്നാലും എനിക്കൊരു മടി. ആ കടം എത്രയും പെട്ടെന്ന് വീട്ടണമെന്നൊരു തോന്നല്. തോന്നിയതുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. പണത്തിന് പണം വേണ്ടേ? നീ ഇങ്ങനെ തല പുകച്ചിട്ടുന്ന ഒരു കാര്യമില്ല. എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി സ്കൂളിൽ പോവാൻ നോക്ക്. ഗംഗേ, നമുക്ക് സ്കൂളിൽ വരെ ഒന്ന് പോണം. വേഗം റെഡിയാവ്. അതെന്തിനാ കൊച്ചമ്മേ? അവിടെ എന്തെങ്കിലും പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ഏയോ ഇൻസ്പെക്ഷന് വരുന്നു. അതെന്താ ഈ സമയത്തൊരു ഇൻസ്പെക്ഷൻ? പരീക്ഷക്കാലത്ത് ഇത് പതിവില്ലാത്തതാണല്ലോ. അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പോഴെന്തിനാ ഒരു പരിശോധന? ചിലപ്പോ ആരെങ്കിലും വല്ല ഊമക്കത്ത് വായിച്ചു കാണും കൊച്ചമ്മേ. മാർത്താളവരെ സ്കൂളിൽ അത് ശരിയല്ല, ഇത് ശരിയല്ല, അങ്ങനെ എന്തെങ്കിലും കുറ്റമൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാവും. കത്ത് കിട്ടിയാൽ അന്വേഷിക്കേണ്ടത് അവരുടെ കടമയാണല്ലോ. നീ വേഗം ഒരുങ്ങാൻ നോക്ക്. അരമണിക്കൂറിനുള്ളിൽ അവിടെ എത്തണമെന്നാ കൈമൾ എന്നോട് വിളിച്ചു പറഞ്ഞത്. സമയത്തിന് നമ്മൾ അവിടെ എത്തിയില്ലെങ്കിൽ അത് മതി അവർക്ക് കോപിക്കാനും കുറ്റം ചാർത്താനും ഒക്കെ. സകലവനും മൂക്കിന്റെ അറ്റത്ത ശുണ്ടിയും ഈഗോയും. വെറുപ്പിക്കാൻ പറ്റില്ലല്ലോ. സർക്കാർ ഉദ്യോഗസ്ഥരല്ലേ. എന്റെ ബാഗിന്ന് പണം മോഷ്ടിച്ചത് അത്തിപ്പള്ളം കോളനിയിലെ 2 ആൾക്കാരാ. അവരെ ആ ജോലി ഏൽപ്പിച്ചത് വടക്കേക്കരയിലുള്ള റൗഡി ചെല്ലപ്പന. പണ്ടൊരിക്കൽ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ച അതേ ചെല്ലപ്പൻ. ചെല്ലപ്പനെ ആ ജോലി ഏൽപ്പിച്ചത് ഒരു സ്ത്രീയാ. ഏത് സ്ത്രീ? എന്റെ ബാഗിൽ നിന്നും മോഷ്ടിച്ച ആ 4 ലക്ഷം രൂപ കൈമാറിയതും അതേ സ്ത്രീക്കാ. കറുത്ത ക്രേറ്റ കാർ ഓടിച്ചിരുന്ന ഒരു സ്ത്രീ. അവരത് പിന്നിലിരുന്ന വ്യക്തിക്ക് കൈമാറി. കറുത്ത ക്രേറ്റ കാറ് ദാ ആ മുറ്റത്ത് കിടപ്പുണ്ട്. അത് ഓടിച്ചിരുന്ന സ്ത്രീ ദാ എന്റെ മുന്നിലും. ആര്? നീ തന്നെ. ഇത്രയും വിവരങ്ങള് ഞാൻ പോലീസിനോട് പറഞ്ഞ അടുത്ത നിമിഷം നിങ്ങൾ 2 ആളും അഴിക്കുള്ളിലാകും. ഇതൊക്കെ ആര് പറഞ്ഞു? വെറുതെ നുണ പറയില്ല കേട്ടോ. ശരി, എങ്കിൽ ഞാൻ സ്റ്റേഷനിൽ പോയി പറഞ്ഞോളാം. സത്യമാണോന്ന് അവര് കണ്ടുപിടിച്ചോളും. നിക്ക്. നിനക്ക് എന്താ വേണ്ടതിപ്പോ? എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട 4 ലക്ഷം രൂപ അതെനിക്ക് കിട്ടണം. വൈകിട്ട് സ്കൂളിലെ ലാസ്റ്റ് ബെല്ല് അടിക്കുന്നതിന് മുൻപ് എന്റെ 4 ലക്ഷം രൂപ എനിക്ക് കിട്ടിയിരിക്കണം. അത് നീയല്ല, നിന്റെ കൊച്ചമ്മ തന്നെ എനിക്ക് തരികയും വേണം. ലാസ്റ്റ് ബെല്ല് അടിച്ചു കഴിഞ്ഞാ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാകും പോവുക. ഈ കഥകളെല്ലാം അവിടെ പറയുകയും ചെയ്യും. അതൊന്നും വേണ്ടെങ്കിൽ ബെല്ലടിക്കുന്നതിന് മുമ്പ് പണം എന്റെ കയ്യിലെത്തിയിരിക്കണം. ഇതിനകത്ത് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് 3 പേർക്കും മാത്രമേ അറിയൂ. അതങ്ങനെ തന്നെ ഇരിക്കുന്നതാ നിങ്ങൾക്ക് നല്ലത്. ആലോചിക്കാനൊന്നുമില്ല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.